നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. ആവേശം കൊട്ടിയിറങ്ങി വിവിധ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും അവരുടെ അണികളും ഒരേ സ്ഥലത്ത് സംഗമിച്ചുകൊണ്ടുള്ള കുട്ടിക്കലാശത്തോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചരണം സമാപിച്ചു. ഇനിയുള്ള മണിക്കൂറുകൾ നിശബ്ദ പ്രചരണത്തിൻ്റെതാണ്. വെള്ളിയാഴ്ചയാണ് തെരഞ്ഞെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃശൂർ ജില്ലയിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. ഇന്ന് വൈകിട്ട് 6 മുതൽ 27 രാവിലെ 6 വരെയാണ് നിരോധനാജ്ഞ. ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനും ജില്ലാ കളക്ടറുമായ VR കൃഷ്ണതേജയാണ് ഉത്തരവിട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിനമായ ഏപ്രിൽ 26 സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചു. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത് ഏപ്രിൽ 26 ഈ സാഹചര്യത്തിലാണ് എല്ലാ സ്ഥാപനങ്ങൾക്കും പൊതു അവധി പ്രഖ്യാപിച്ചത്. വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് നൊട്ടൻമുല ആഴ്ചങ്ങാൻ വർഗീസ് സിനി ദമ്പതികളുടെ മകൻ 15 വയസ്സുള്ള ക്രിസ്റ്റിയാണ് മരിച്ചത്. കളിക്കുന്നതിനിടെ താഴെ വീണ് കിടക്കുന്ന നിലയിൽ കുട്ടിയെ കണ്ടെത്തുകയായിരുന്നുവെന്ന് വീട്ടുകാർ പറഞ്ഞു. തൃശൂർ പൂരത്തിൽ പോലീസിന്റെ അനാവശ്യ ഇടപെടലിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. BJP നേതാവായ B. ഗോപാലകൃഷ്ണനാണ് കോടതിയെ സമീപിച്ചത്. ഉദ്യോഗസ്ഥരുടെ അപക്വമായ ഇടപെടലാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ദേശീയപാതയിൽ ചാലക്കുടി പോട്ടയ്ക്ക് സമീപം സുന്ദരിക്കവലയിൽ തടി കയറ്റി വന്ന പിക്കപ്പ് വാൻ മറിഞ്ഞു. ടയർ പൊട്ടിയതാണ് അപകട കാരണം. തൃശൂർ കൈപ്പറമ്പിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് തടി കയറ്റി പോവുകയായിരുന്നു പിക്കപ്പ് വാൻ. ഡ്രൈവറെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവധിക്കാലമായതോടെ പറവൂർ നഗരത്തിലെ അംബേദ്കർ പാർക്കിൽ തിരക്കേറി. എന്നാൽ കുട്ടികളെയും കൂട്ടി പാർക്കിലെത്തിയാലും സന്ദർശകർക്ക് തൃപ്തിക്ക് വകയില്ല. പാർക്ക് പരിപാലനത്തിന്റെ കാര്യത്തിൽ നഗരസഭാ അധികൃതർ ശുഷ്കാന്തി കാണിക്കുന്നില്ലെന്ന് പൊതുവെ അഭിപ്രായമുയർന്നിട്ടുണ്ട്. അന്നമനട പഞ്ചായത്തിലെ വെണ്ണൂർ ജീവനം ഇക്കോ സ്റ്റോർ വേറിട്ടതാകുന്നത് അതിന്റെ പ്രവർത്തന മികവ് കൊണ്ടാണ്. വെണ്ണൂർ സർവീസ് സഹകരണ ബാങ്കിന് കീഴിലുള്ള ജീവനം കാർഷിക മേഖലയിൽ നടത്തുന്ന സേവനം ചെറുതല്ല. ഇതര സഹകരണ ബാങ്കുകൾക്കും മാതൃകയാണ് വെണ്ണൂരിന്റെ ജീവനം പദ്ധതി. മാള പഴുക്കരപ്പള്ളിയിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷങ്ങൾക്ക് ഒരുക്കമായി. ഒരുക്കങ്ങളുടെ ഭാഗമായി ഇടവകയിലെ കിടപ്പ് രോഗികളെ പള്ളിയിലെത്തിച്ച് ദിവ്യബലി അർപ്പിച്ചു. രൂപതയുടെ ഹൃദയ പാലിയേറ്റ് കെയറിന്റെ സഹകരണത്തോടെയാണ് കിടപ്പ് രോഗികളെ കിടക്കയോടെ അൾത്താരയുടെ അരികിലെത്തിച്ചത്. താഴേക്കാട് സെന്റ് സെബാസ്റ്റ്യൻ തീർത്ഥാടന ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറി. ഇരിഞ്ഞാലക്കുട കത്തീഡ്രൽ ദേവാലയ വികാരി ഫാദർ ലാസർ കുറ്റിക്കാടൻ കൊടിയേറ്റം നിർവഹിച്ചു. താഴേക്കാട് ആർച്ച് പ്രീസ്റ്റ് ഫാദർ ആന്റണി മുക്കാട്ടുകരക്കാരൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജെർലിറ്റ് കാക്കനാടൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.